നമസ്കാരം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സ്പെഷ്യൽ ട്രിബ്യൂണൽ. കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിയായ വർഗീസ് മണവാളനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും ധാരണയുണ്ടാക്കിയതും ഗുരുതരമായ വീഴ്ചയെന്നാണ് കണ്ടെത്തൽ. ശിക്ഷണ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാദർ വർഗീസ് മണവാളനെ പള്ളിമേടയിൽ തുടരാൻ അനുവദിച്ചതും പ്രസ്ബിറ്റേറിയൽ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിനും കാരണം കാണിക്കണമെന്നും ആവശ്യപ്പെട്ടു. പള്ളിയുടെ സ്വത്തുവകകൾ മണവാളൻ ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞില്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും ഓർമ്മപ്പെടുത്തി. ജൂലൈ 16 മുമ്പായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹാജരാക്കണമെന്നും നേരിട്ട് കോടതിയിലെത്തി വിശദീകരണം ബോധ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടു. മണവാളൻ അസാധുവായി പരികർമ്മം ചെയ്ത കുമ്പസാരങ്ങളും മറ്റു കൂതാശകളും സംബന്ധിച്ച വിവരങ്ങൾ സഭയുടെ ഉന്നതാധികാര സമിതിയായ DDF-ന് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശിച്ചു. യോഗം നടത്താൻ മാർ പാംബ്ലാനി പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട 3 സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമാനമായ രീതിയിൽ മണവാളനെ പുറത്താക്കാത്തത് എന്താണെന്ന ചോദ്യവുമുണ്ടായി. മെത്രാപ്പോലിത്തൻ വികാരിക്ക് നിയമം നടപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പ് ഏറ്റെടുക്കണമെന്നും ആവശ്യമുന്നയിച്ചു.